പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു യുവാക്കളുടെ ആവേശമായി ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു വാഹനത്തെക്കുറിച്ച്. ഒരു കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിർമ്മിതി, വാഹനപ്രേമികളുടെ തലയ്ക്കു പിടിച്ച ഒരു മോട്ടോർ സൈക്കിൾ. ഇതാണ് യമഹ എന്ന കമ്പനിയുടെ പേര് സുവർണ ലിപികളിൽ എഴുതി വെച്ച വാഹനം. ലളിതവും മെലിഞ്ഞതുമായ രൂപം, മനോഹരമായ ഇരമ്പൽ ശബ്ദം, ടൂറ്റി ഓയിൽ കത്തിയുള്ള വെള്ളപ്പുകയുടെ ഫ്രൂട്ടി മണം, ഒരു തലമുറയുടെ മുഴുവൻ ഇന്നും ഓർമ്മകളിലേക്ക് വഴി നടത്തുകയാണ് ഈ ഇരുചക്ര വാഹനം. ഒരു കാലത്ത് ക്യാമ്പസുകളുടെ ആവേശമായിരുന്ന ഈ മെലിഞ്ഞ സുന്ദരൻ, ഇവന്റെ പേര് ഇരുചക്ര വാഹന പ്രേമികളുടെ ചുണ്ടിലും നെഞ്ചിലും ഇന്നും മായാതെ അവശേഷിക്കുന്നു. പലർക്കും ഇപ്പോൾ തന്നെ ഉത്തരം ലഭിച്ചിട്ടുണ്ടാകും. സംശയിക്കേണ്ട, നമ്മുടെയൊക്കെ സ്വന്തം യമഹ RX100. ജപ്പാൻ കമ്പനിയായ യമഹ RX100 രൂപം കൊടുക്കുന്നത്. അതേ വർഷം നവംബറിൽ വിപണി പ്രവേശം. 98 cc ശക്തിയുള്ള 2 സ്ട്രോക്ക് എഞ്ചിൻ, എയർ കൂളിംഗ് സിസ്റ്റം. 1985 ഒടുവിലും 86 തുടക്കത്തിലുമാണ് ഇന്ത്യൻ നിരത്തിൽ ഇവൻ അവതരിക്കുന്നത്, ഓടിത്തുടങ്ങുന്നത്. ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഘടകങ്ങൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്തായിരുന്നു ആദ്യ നിർമ്മാണം. എസ്കോർട്സ് ലിമിറ്റഡുമായി സഹകരിച്ചായിരുന്നു യമഹ RX100 ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത്. ഒരു കാലത്ത് ക്യാമ്പസ് യുവത്വത്തെ ഹരം കൊള്ളിച്ചിരുന്നു RX100. അതിന്റെ ഇരുമ്പൽ ശബ്ദം ബുള്ളറ്റിന്റെ പട്പട്ടിനേക്കാളും ക്യാമ്പസുകളെ പുളകം കൊള്ളിച്ചിരുന്ന കാലം. യമഹയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ ജനപ്രീതി നേടിക്കൊടുത്തതിൽ ഒന്നാമൻ. ബുള്ളറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആരാധകരുള്ള മോട്ടോർ സൈക്കിളും RX100 തന്നെയായിരുന്നു. എന്നാൽ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കിയത് 2 സ്ട്രോക്ക് എഞ്ചിനുള്ള RX മോഡലുകൾക്ക് തിരിച്ചടിയായി. പുതിയ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കാൻ RX100 കഴിഞ്ഞില്ല. തുടർന്ന് 1996 മാർച്ചിൽ RX100 ഉൽപാദനം യമഹ അവസാനിപ്പിച്ചു. 2000-2001 കാലത്ത് 14 bhp കരുത്തുമായി പുതിയ RX135, RXZ മോഡലുകൾ വിപണിയിലെത്തി. 2003 വരെ ഈ മോഡൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. 2005 ഓഗസ്റ്റ് വരെ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് RX135 വാങ്ങാനാവുമായിരുന്നു. പക്ഷേ ആദ്യമിറങ്ങിയ RX100 പെരുമയിലേക്ക് പിന്നീട് വന്ന RX ശ്രേണി ബൈക്കുകൾ ഉയർന്നില്ലെന്നതാണ് സത്യം. യൗവനത്തിന്റെ തുടുപ്പും ഓർമ്മകളുമായി പഴയ RX100 ഇരുമ്പൽ ശബ്ദം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട്. വാഹനപ്രേമികൾ ഇപ്പോഴുമുണ്ട്. പാട്ടുപാടാൻ ആഗ്രഹിക്കുമ്പോൾ, ഓടാൻ ആഗ്രഹിക്കുമ്പോൾ, വണ്ടി ഓട്ടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം RX100 നിന്നും സെൽഫി എടുക്കുന്ന ഒരു യുവതലമുറ കേരളത്തിലുണ്ട്. പലരും നിധി കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഈ മോട്ടോർ സൈക്കിളിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വില കൊടുത്തും ഇവനെ സ്വന്തമാക്കാൻ പലരും പണമൊരുക്കി വെച്ച് കാത്തിരിപ്പുമുണ്ട്. ഈ 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ അഭിമാനിക്കാം കേട്ടോ. കാരണം അടുത്തിടെ ബാംഗ്ലൂരിലെ ഒരു യമഹ ഡീലർ 7 ബൈക്കുകൾ RX100ഉം 135ഉം ഉൾപ്പെടെ ലേലത്തിൽ വെച്ചപ്പോൾ 1.5 ലക്ഷം രൂപ മുതൽ 1.65 ലക്ഷം രൂപ വരെയാണ് ഓരോന്നും വിറ്റുപോയത്. അന്ന് 7 ഭാഗ്യവാന്മാർക്കാണ് ഈ കിടിലൻ ബൈക്കുകൾ ലഭിച്ചത്. നിരവധി പേരാണ് അന്ന് നിരാശരായി മടങ്ങിയതും. വിപണിയിലെത്തുമ്പോൾ ഷോറൂം വില വെറും 18,000 രൂപ. വാഹനപ്രേമികൾ ഇന്ന് ഈ വാഹനം വാങ്ങിക്കാൻ ലേലം വരെ നടത്തുന്നു. 10 മടങ്ങ് ഷോറൂം പ്രൈസിനേക്കാളും വില മുടക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഒരേ ഒരു വാഹനം, ഒരേ ഒരു വികാരം, RX100. അത് ഞങ്ങളുടെ അന്തസ് തന്നെയാണ്. RX100നോട് എന്നും പെരുത്തിഷ്ടം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.